139 പെണ്ണ് കാണൽ ഒരു ഫ്ലാഷ് ബാക്ക്. ആമേ, നിനക്ക് എന്ത് പറ്റി ഇത്ര നേരത്തെ ഷട്ടുമുണ്ടൊക്കെ തെച്ചു വെക്കുന്നു? മണി 8 കഴിഞ്ഞല്ലേ ഉള്ളൂ. സാധാരണ ഞാൻ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണല്ലോ തയ്ക്കാറുള്ളത്. ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഇത് ചെയ്യാറുള്ളത്. ചില ദിവസം രാവിലെ 6 മണിക്ക് തേച്ചു വെക്കും, ചിലപ്പോ 8 മണി, ചിലപ്പോ 8:30. അതിനപ്പുറത്തേക്ക് എന്തായാലും വൈകിട്ടില്ല. ഞാൻ ഷർട്ടോ മുണ്ടോ തേക്കാൻ വൈകിട്ട് മോഹനേട്ടൻ ഇന്ന് വരെ ആപ്പീസിൽ വൈകി പോയിട്ടുമില്ല. തർക്കിച്ച് ജയിക്കാൻ ഭയങ്കര സാമർഥ്യാണല്ലോ. അയ്യോലല്ലേ, ജോലി തന്നെ തർക്കിക്കലാവുമ്പോ പിന്നെന്താവും? അയ്യോ, ഇതുപോലൊരു ഭർത്താവുള്ളൊരു ഭാര്യ തർക്കിക്കാനെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലേ ജീവിതം പരമദയനീയമായി പോവും മോനേട്ടാ. ഗതികേട് കൊണ്ട് പഠിച്ചു പോയതാ. സ്ഥാനത്തും അസ്ഥാനത്തും കയറി തർക്കിക്കുന്നത് വലിയ മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവസരവും സ്ഥലവും നോക്കി സംസാരിക്കുന്നവരെയാണ് നമ്മൾ ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. മോഹനകൃഷ്ണ സാറിനെ ഈ നാട്ടിലുള്ളവർ മുഴുവൻ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഓരോ സന്ദർഭങ്ങളിലും പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ. വളരെ കറക്റ്റാണ്. തന്റെ ഷർട്ടും മുണ്ടും ഭാര്യ തേച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. സത്യത്തിൽ മോഹനേട്ടൻ ആകെ സംസാരിക്കുന്നതിന് 2/3 വെറുതെ സംസാരിക്കുന്നതാണ്. അക്കാര്യമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. ഇനി എന്നോട് തർക്കിക്കാൻ നിൽക്കാതെ പോയി ആ ഫോൺ എടുത്ത് സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയും. അപ്പോഴേക്കും ഞാൻ ഈ മുണ്ടും കൂടെ തേച്ചു വെച്ചേക്കാം. ആരോട് പറയാൻ? ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. സത്യഭാമയുണ്ടോ? ഉണ്ട്, കൊടുക്കാം. ഭാമേ ഇപ്പോൾ വരും. ഇത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ. എന്റെ പേര് പ്രകാശൻ എന്നാണ്. സത്യഭാമ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഞാൻ ഓർക്കുന്നില്ല. ആര് പറഞ്ഞിട്ട്? ഏതൊരു പ്രകാശൻ? പ്രകാശനോ? ഹലോ സത്യഭാമ, ഇത് ഞാനാണ്, പ്രകാശൻ, സർക്കാർ കോളേജിലെ. ആ, സാറായിരുന്നോ? എന്താ സാർ വിശേഷിച്ച്? അങ്ങനെ വിശേഷമായിട്ടൊന്നുമില്ല. ഞാനിപ്പോ സത്യഭാമയുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. അതുവഴി ഒന്ന് വന്നാലോ എന്ന് ആലോചിക്കുക. മോഹനകൃഷ്ണനെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അതിനെന്താണ് സാർ, മണി 8:15 ആയുള്ളൂ. മോഹനേട്ടൻ 9:30 കഴിഞ്ഞിട്ട് ആഫീസിൽ പോവുള്ളൂ. സാർ വന്നോളൂ. ശരി, അപ്പോ ഞാനൊരു 20 മിനിറ്റിൽ അവിടെ എത്തും. ഓ, ആ മോഹനേട്ട വിളിച്ചാരെന്ന് മനസ്സിലായോ? ഗവൺമെന്റ് കോളേജിലെ പ്രകാശ് സാറ്. പണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന പ്രകാശ് സാറ്. ഇങ്ങോട്ട് വരുന്നത്? ഇതുവഴി എവിടെയോ പോവാണെന്ന്. അന്നൊരു ദിവസം വഴി വെച്ചെന്നെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്നേ സാറ് പറഞ്ഞാണ് സമയം കിട്ടും ഇതോടി വരാന്ന്. ഈ പ്രകാശ് സാറെന്ന് പറയുന്നതിന് ഒരു നാണമില്ലേ? അല്ല, പണ്ട് പെണ്ണ് കാണാൻ പോയിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു പെണ്ണിനെ കാണാൻ ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് വരുന്നത് എന്തിനാ? ഇങ്ങനെ നാണോ മാനോ ഇല്ലാത്തമാരാണോ സർക്കാർ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്തൊക്കെയാ പറയുന്നത്? പ്രകാശ് സാറ് നല്ല മനുഷ്യനാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നെ കാണാൻ അയാളിവിടെ വരുന്നത് എനിക്കിഷ്ടല്ല. സാറേ, ഉത്തമൻ വന്നതെന്തിനാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും നീ ആ പ്രകാശ സാറിനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. നടന്നത് തന്നെ. പ്രകാശ് സാർ വരികയും ചെയ്യും, മോഹനേട്ടനെ ഇന്ന് പരിചയപ്പെടുകയും ചെയ്യും. നമസ്കാരമുണ്ട് സാർ. ബേക്കറിയിലെ പുഷ്കരൻ കടയോട് ചേർന്നുള്ള ഒരു 5 സെന്റ് സ്ഥലം വിൽക്കാൻ പോവുകയാണ്. അതൊന്ന് അളന്നു കൊടുക്കാൻ സാറിന് സമയമുണ്ടോന്ന് ചോദിച്ചു. ഇന്നോ? ഇന്ന് എനിക്ക് തീരെ സമയമില്ല. ഞാൻ ഇപ്പൊ തന്നെ പോവാ. പോകുന്ന വഴിക്ക് എനിക്ക് ദാമോദരൻ സാറിന്റെ വീട്ടിൽ നിന്ന് കയറണം. കൃത്യം 9 മണിക്ക് അവിടെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു പോയി. ചെല്ലാൻ പറ്റില്ലെങ്കിൽ ദാമോദരൻ സാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ സ്ഥലം അളന്നു കൊടുക്കാമെന്ന് പുഷ്കരനോട് പറഞ്ഞേക്ക്. ഓ ശരി. മോഹനേട്ടന്റെ മനസ്സിലിരിപ്പ് എന്തെന്ന് എനിക്ക് മനസ്സിലായേ. പ്രകാശ് സാർ വരുന്നതിന് മുന്നേ ഇവിടുന്ന് സ്ഥലമിടാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കാൻ പോണില്ല. നിന്നെ കാണാൻ ആരോ വരുന്നു കരുതി എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ? എന്തൊരു കഷ്ടം നടക്കും. അമ്പോ,
എന്താണ് വക്കീലെ പ്രശ്നം? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നും പറയണ്ട ഉത്തമ. ആ, ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രകാശ് സാറുണ്ട്. സാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതിന്റെ പരാക്രമമാണ് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന മുഴുവനും. അയ്യോ, പ്രകാശ് സാർ വരുന്നതിന് മോനേഴ് സാർ ഇങ്ങനെ പരവേശം കാണിക്കേണ്ട കാര്യം തോന്നുന്നു. ഹാ, അതൊരു വലിയ കഥയാണ് ഉത്തമ. ഈ പറയുന്ന പ്രകാശ് സാർ 7-8 വർഷങ്ങൾക്ക് മുന്നേ എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. ആണോ? അന്ന് അദ്ദേഹം പ്രൈവറ്റ് സ്കൂൾ പഠിപ്പിക്കുകയായിരുന്നു. എന്റെ അച്ഛനാണെങ്കിൽ ഒരൊറ്റ വാശിയിലായിരുന്നല്ലോ, സർക്കാർ ജോലിക്കാരനെ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കൂന്ന്. അങ്ങനെ പ്രകാശ് സാറ് പോയി. പിന്നെ ഞാൻ പ്രകാശ് സാറിനെ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയാ. എക്സ്ക്യൂസ് മീ. സത്യഭാമയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഞാൻ പ്രകാശൻ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു 6-7 കൊല്ലം മുമ്പ്. എടോ, തന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ഞാൻ. ഓർമ്മയുണ്ട്, പത്രത്തിൽ പരസ്യം കണ്ടെന്ന് വന്നതല്ലേ? അതെ, ഞാൻ അതിനുശേഷം സത്യഭാമയെ കണ്ടിരുന്നു ഒരിക്കൽ സബ് കോടതിയിൽ വെച്ച്. അന്ന് കണ്ടപാടെ എനിക്ക് ആളെ മനസ്സിലായി, പക്ഷേ വന്ന് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിലൊരു കോളേജിൽ ലെക്ചറാ. വൈഫ് അവിടെ തന്നെയാ. ഓ, ഞാൻ സത്യഭാമയെ പറ്റി സുഹാസിനിയോട്, അതാണ് ഭാര്യയുടെ പേരെ, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യഭാമയുടെ അച്ഛൻ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം നടന്നു പോയെന്ന് ഞാൻ അവളോട് പറഞ്ഞു. സത്യഭാമയുടെ ഹസ്ബൻഡ് മോഹനകൃഷ്ണൻ, ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. ഓ, അപ്പോ സത്യഭാമയുടെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനെ ഭർത്താവായി കിട്ടി. ഇടയ്ക്കിടെ ഞാനും സുഹാസിനിയും വീട്ടിൽ വഴക്കിടും. അപ്പൊ ഞാൻ പറയും, ആ സത്യഭാമയെ കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മഹാഭാഗ്യമായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോ തന്നെ അവൾക്ക് കലി കയറും. ആർക്കായാലും കലി വരുമല്ലോ. പിന്നെ സാറ് വിചാരിക്കുന്ന പോലെ അത്ര വലിയ പാവൊന്നുമല്ല കേട്ടോ ഞാൻ. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പൊ പുള്ളിക്കാരനൊന്ന് പരിചയപ്പെടാലോ. സ്ഥലത്തെ വില്ലേജ് ഓഫീസറൊക്കെ പരിചയമുണ്ടെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണല്ലോ. ഞാൻ ഫോൺ നമ്പർ തരാം, വിളിച്ചിട്ട് വന്നാ മതി. ഓ, ആയിക്കോട്ടെ. ഇന്നിപ്പോ പ്രകാശ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ വഴിക്ക് എവിടെയോ പോണുണ്ടെന്ന്. പോകുന്ന വഴി ഇവിടെ കേറാന്നും പറഞ്ഞു. അത് കേട്ടപാടെ മോഹനേട്ടന്റെ സ്വഭാവം മാറി. പ്രകാശ് സാർ വരുന്നതിന് മുന്നേ സ്ഥലം വിടണം, അതിനുള്ള അടവാണ് നമ്മളിപ്പോ കണ്ടത്. അല്ല, അതിപ്പോ പ്രകാശ് സാറിനെ ഒന്ന് കാണുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ ഉത്തമ. എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്ത വലിയ കഷ്ടമായി പോയെന്നാണ് പ്രകാശ് സാർ പറയുന്നത്. മോഹനേട്ടൻ പറയുന്നതോ എന്നെ കല്യാണം കഴിച്ചത് ഭയങ്കര കഷ്ടമായി പോയെന്ന്. അപ്പൊ പിന്നെ ഇവിടെ വെച്ച് പ്രകാശ് സാർ എന്നെ പോഴ്ത്തി പറയുന്നത് മോഹനേട്ടൻ ഭയങ്കര ക്ഷീണം ഉണ്ടാക്കൂല്ലോ. പിന്നെ ഞാൻ ഈ പ്രകാശ് സാറിനെ പറ്റി മോഹനേട്ടനോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആള് വലിയ തമാശക്കാരനാണ്. പെണ്ണ് കാണാൻ വന്നപ്പോ പ്രകാശ് സാറ് പറഞ്ഞ തമാശകൾ കേട്ട് ഞങ്ങള് ചിരിച്ചിരിച്ച് മടുത്തൂന്നൊക്കെ. ജീവിതത്തിൽ ഒരു തമാശ പോലും പറഞ്ഞിട്ടില്ലാത്ത മോഹനേട്ടന് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ അസൂയ വരുമല്ലോ. അതാണ് കാര്യം. അങ്ങനെ നടത്തുണ്ടെങ്കിൽ പിന്നെ വക്കീൽ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ല്. ഇല്ലെങ്കിൽ ഷർട്ടും കൊണ്ട് മാറിയിട്ട് മോഹനേട് സാർ പുറകു വശം വഴി എടുത്തിയാടി അങ്ങ് ഓടും. പ്രകാശ് സാർ വരുമ്പോഴേ വക്കീലിന്റെ മാനമാണ് പോണത്. അങ്ങനെ ഒരു ബുദ്ധി സാറിനുണ്ടാവും, പക്ഷെ അത് ഇവിടെ നടക്കാൻ പോണില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കൊള്ളാം, ഇന്നത്തെ വഴക്കിനൊരു പുതുമയുണ്ട്. ഇങ്ങനെ ഒരു കാരണത്തിൽ ഇതിനു മുമ്പ് ഒരു വഴക്ക് നടന്നിട്ടേ ഇല്ല. ഇതെന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? ഇപ്പോഴും ഷർട്ട് മുണ്ട് എടുത്തിട്ട് മോഹനേട്ടൻ എങ്ങോട്ട് പോവാന്ന്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ദാമോദരൻ സാറിന് ഇവിടെ നിന്ന് പോണോന്ന്. ദാമോദരൻ സാർ എന്നെ കാത്തിരിക്കാവൂ. ആരുടെ അടുത്ത മോഹനേട്ട ഈ അടവ്? പ്രകാശ് സാർ ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടതിന്റെ പേരിലാണ് ഈ വെപ്രാളം കാണിക്കുന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് മഹാമോശാണേ. വീട്ടിലൊരു അതിഥി വരുമ്പോ കാത്തു നിൽക്കാതെ സ്ഥലം പെടുന്നത് കഷ്ടം തന്നെയാണ്. മാന്യതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും ഇങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ വരുന്ന പ്രകാശം വലിയ മാന്യനല്ലേ? ഭാമേ, പെണ്ണ് കാണാൻ വന്നപ്പോ അവിടെ ഇരുന്ന് തമാശ പറഞ്ഞ ഒരാൾ എങ്ങനെ മാന്യനാവും? പെണ്ണ് കാണാൻ പോകുമ്പോ തമാശ പറയാൻ പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? കുറച്ച് മുമ്പേ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞേ ഉള്ളൂ, ഓരോ കാര്യവും സന്ദർഭത്തിനനുസരിച്ച് മാത്രമേ സംസാരിക്കാവൂ എന്ന്. പെണ്ണ് കാണാൻ ചെല്ലുന്ന സ്ഥലം തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന സ്ഥലമല്ല. അവിടെ ചോദിക്കേണ്ടത് അവിടെ മാത്രം പ്രസക്തമായ കാര്യങ്ങളാണ്. എന്താ പേര്,
ഏതുവരെ പഠിച്ചു? എന്താണ് ജോലി? ഇത്രയൊക്കെ ചോദിക്കാവൂ. അല്ലാതെ പെൺവീട്ടുകാരെ കയ്യിലെടുക്കാൻ വേണ്ടി അവിടെ കിടന്ന് പൊളിച്ച് തമാശകൾ പറയുന്നത് മാന്യതയല്ല. പ്രകാശ് സാറ് പറഞ്ഞ തമാശ അത്രയ്ക്ക് വലിയ മോശമായിട്ട് ഞങ്ങൾക്ക് ആർക്കും അവിടെ തോന്നിയില്ല. തോന്നിയല്ലോ. ആ ഒരൊറ്റ കാരണത്താലാ നിന്റെ അച്ഛൻ അയാൾക്ക് നിന്നെ കെട്ടിച്ചു കൊടുക്കാത്തത്. ആര് പറഞ്ഞത് മോനോട്ടോട്? പ്രകാശ് സാറിന് അന്ന് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ജോലി. സർക്കാർ ജോലിയുള്ളവർക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുന്നുള്ള അച്ഛന്റെ വാശി കാരണമാണ് അന്ന് അത് നടക്കാതിരുന്നത്. എന്റെ ഈശ്വര, അച്ഛനും തോന്നിയ മണ്ടത്തരം കാരണം എന്റെ ജീവിതമാണ് നാലാമതായി പോയത്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പ്രകാശ് സാറ് പറഞ്ഞു, അന്ന് സത്യഭാമയുടെ അച്ഛന്റെ വാശി കാരണമാണല്ലോ കല്യാണം നടക്കാണ്ട് പോയത് എന്ന്. എന്റെ ഭാഗ്യക്കേട് അല്ലാണ്ടെന്ന് പറയാൻ. അയാൾ നിന്നെ പെണ്ണ് കാണാൻ വന്നു. ആ കല്യാണത്തിന് നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല. അയാൾ വേറെ കല്യാണം കഴിച്ചു. നീയോ വേറെ കല്യാണം കഴിച്ചു. ഇനിയും പഴങ്കഥകൾ പറഞ്ഞ് അയാൾ ഇപ്പൊ കിടക്കുന്നതിനാ? അതിൽ നിന്ന് മാത്രം നമുക്ക് ഉറപ്പിക്കാം അയാൾ ഒരു ആഭാസനാണ്. അയാൾ പുറകെ നടക്കൊന്നുമല്ലോ മോനട്ടാ. അന്നേ വഴി വെച്ച് കിടന്ന യാദൃശ്യമായിട്ടല്ലേ? ആയിക്കോട്ടെ, ഇന്നയാളെ ഇങ്ങോട്ട് കിട്ടിയെടുക്കുന്നതിനാ? ചില വൃത്തികെട്ടവന്മാർ സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ കണ്ടെത്തുന്ന ചില വഴികളാണിതൊക്കെ. അത് വിശ്വസിക്കാൻ നിന്നെ പോലെ മണ്ടികളായ കുറെ കഴുതകൾ. അയ്യോ, പ്രകാശ് സാർ വന്നു. മോനട്ടാ, പ്രകാശ് സാറോട് സംസാരിക്കാതെ പോയി കളയരുത്. അങ്ങനെയാണെങ്കിൽ ഇനി മേലിൽ മോഹനേട്ടനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറകുവശത്തോടെ ഇറങ്ങി സ്ഥലം വിട്ടു കളയും. അതോർത്ത കൊള്ള. ഇതാരൊക്കെയാ? ഫോൺ വിളിച്ചപ്പോ ഞാൻ കരുതി പ്രകാശ് സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഇത് സുഹാസിനി ഭാര്യയാണ്. ആ, പഴയ കഥയൊക്കെ പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു ഞാനും കൂടെ വരാന്ന്. അതെന്തായാലും നന്നായി. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേഗം അടുത്ത വഴി രക്ഷപ്പെടാം. ദേ, പ്രകാശ് സാറ് മാത്രമല്ല, സാറിന്റെ ഭാര്യയുണ്ട്. ഇപ്പൊ മോഹനേട്ടന്റെ സംശയമൊക്കെ തീർന്നല്ലോ. എന്ത് സംശയം? അല്ല, മോഹനേട്ടല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് പണ്ട് പെണ്ണ് കാണാൻ പോയ പരിചയം പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും ആ പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുന്നത് ആഭാസന്മാരാണെന്ന്. അങ്ങനെ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഭാര്യയുടെ കൂടെ കൊണ്ടുവരുമായിരുന്നോ? ആ വലിയ കള്ളന്മാർ അങ്ങനെ പറഞ്ഞു ചെയ്യും. നീ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ആള് ശരിയല്ല എന്നുള്ളത് ഉറപ്പാ. നീ പോയി എന്തെങ്കിലും സംസാരിക്കണേ സംസാരിച്ച് അയാളെ പറഞ്ഞു വിടാം. നോക്ക്, അയാള് പോയിട്ട് വേണം എനിക്ക് പോവാൻ, അല്ലെങ്കിൽ ഞാൻ ഇതുവഴി അങ്ങ് പോവും. മോഹനേട്ടൻ അങ്ങോട്ട് വരുന്നില്ലേ? എന്തിന്? മോഹനേട്ടനെ കാണാനും പരിചയപ്പെടാനാണ് പ്രകാശ് സാർ വന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ കാണാനായിരുന്നെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് വന്നാ പോരായിരുന്നു. മോഹനേട്ടാ, വീട്ടിൽ അതിഥികൾ വരുമ്പോ കാണിക്കുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കാനാണ് ഞാൻ മോഹനോട് പറയുന്നത്. ആ സാമാന്യ മര്യാദ ആ ദേഹത്തിനില്ലല്ലോ. പതുക്കെ. പ്രകാശ് സാർ എന്ത് ചെയ്തെന്നാണ്? എടി, പെണ്ണ് കാണാൻ ചെല്ലുന്ന ഒരു വീട്ടിൽ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് വളവള തമാശ പറയുന്നത് മര്യാദയല്ല. ഇത്തരം മുടന്ന ന്യായങ്ങൾ വേറെ ആരും കേട്ടിട്ടുണ്ടെങ്കിലേ മോഹനയുടെ മുഴുത്ത പ്രാന്താന്ന് പറയുവേ. വേറെ അതൊന്നും പറയാതെ അങ്ങോട്ട് വരാൻ നോക്കി. ഉറപ്പാണോ? ആ, ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചു മുന്നേ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി മോഹനേട്ടനെ കാണാൻ ആരിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കില്ല. ഒരു ചായ പോയിട്ട് പച്ചവെള്ളം പോലും ഞാൻ കൊടുക്കില്ല. സത്യം. ആ കളിക്ക് നിക്കല്ലേ, മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് വാ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങളോടൊക്കെ പറഞ്ഞ വല്ല വളിച്ച തമാശ എന്റെ മുഖത്തേക്ക് പറയാൻ പാടില്ല. പിന്നെ അയാൾ അന്ന് അങ്ങനെ സംസാരിച്ചത് ഭയങ്കര മോശമായി പോയത് ഞാൻ പറയും. മോഹനത് എന്തിന്റെ അസുഖമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഓരോ സന്ദർഭങ്ങളിലും പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവൂ. അയാൾ അന്ന് അങ്ങനെയല്ല ചെയ്തത്. ഒന്ന് പതുക്കെ മോനട്ടാ. നീ അത് എന്നോട് പറഞ്ഞെന്നും എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറയും. എന്തേലും ഒക്കെ പറ. ദേ, അവര് വന്നിട്ട് 4-5 മിനിറ്റായി. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന മഹാവൃത്തിയാടാ. മോനോട് വേഗം അങ്ങോട്ട് വരാൻ നോക്കി. ഇതൊരു സ്വഭാവം നോക്കണേ. മോഹനേട്ടൻ ആഫീസിൽ പോകാനുള്ള ഒരുക്കത്തില്ല. ഇപ്പൊ വരും.
ഞങ്ങൾ വന്ന സമയം ശരിയായില്ലല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. സമയനിഷ്ഠയുടെ കാര്യത്തില് മോഹനേട്ടനെ കഴിഞ്ഞ ആരുള്ളൂ. രാവിലെ കൃത്യം 9:38 ഇവിടുന്ന് ഇറങ്ങും. ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും വൈകില്ല. നിങ്ങള് രണ്ടുപേരും കൂടി വരുമെന്ന് കരുതിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒരുക്കി വെച്ചേനെ. ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഇവിടെ പ്രകാശേട്ടന്റെ ഒരു ബന്ധുവുണ്ട്. അങ്ങോട്ട് പോവാൻ ഇറങ്ങിയപ്പോ പ്രകാശേട്ടൻ പറഞ്ഞു നിങ്ങളുടെ വീട് ഇവിടെയാണെന്ന്. അത് കേട്ട പാടെ ഇവള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് തന്നെ കാര്യമൊന്നും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ പ്രകാശേട്ടൻ സ്ഥിരമായിട്ട് സത്യഭാമയുടെ കാര്യം പറയാറുണ്ട്. ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, സത്യഭാമ ഒരു പാവമാണ് എന്നൊക്കെ. എന്നാ പിന്നെ ആ പാവത്തിനെ ഒന്ന് കാണണമല്ലോ. ഞാനങ്ങനെ പാവമൊന്നും അല്ലെന്നാണ് മോഹനേട്ടൻ പറയാറ്. അങ്ങനെ പറയുമല്ലോ. സത്യം പറഞ്ഞ എനിക്ക് സത്യഭാമയേക്കാൾ കാണേണ്ടത് വില്ലേജ് ഓഫീസറെയാണ്. ആളെത്തിയല്ലോ. നാട്ടുകാർക്കൊക്കെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാന. സത്യസന്ധൻ, മാന്യൻ എന്നൊക്കെ ആളുകൾ പറയുന്നേ. മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചു കാണാതെ പഠിച്ച ആളല്ലേ? എന്നെ മനസ്സിലായോ സാറിന്? നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് ഒരു 7-8 കൊല്ലം മുമ്പ്. നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാ പരിചയപ്പെട്ടിട്ടുള്ളത്? നേരാണ് മോനേട്ടാ? ഒന്നും പറയണ്ട എന്റെ സത്യഭാമേ. എന്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വന്നത് ഈ നിൽക്കുന്ന മോഹനകൃഷ്ണ സാറാ. പെണ്ണ് കാണാൻ വന്നവരുടെ മുന്നിൽ ചായയും പലഹാരവും ഒക്കെ കൊണ്ടുവച്ച് ഞാനൊരു വശത്തേക്ക് മാറി നിന്നു. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കെന്ന് ആരോ പറഞ്ഞു. ഉടനെ വന്നു ആദ്യത്തെ ചോദ്യം. മഹാത്മാഗാന്ധി എഴുതിയ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന്. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ വന്നു അടുത്ത ചോദ്യം. ആഗോള താപനത്തെയും അന്തരീക്ഷ മലിനീകരണത്തെയും കുറിച്ച് എന്തറിയാമെന്ന്. അറിഞ്ഞിരിക്കണമല്ലോ. ഓ, ഒരു കല്യാണം കഴിക്കാൻ ഇതൊക്കെ അറിയണമെന്ന് എനിക്കൊരു പുതിയ അറിവായിരുന്നു. പ്രകാശേട്ടൻ സത്യഭാമയെ കണ്ട കാര്യവും സത്യഭാമയെ കല്യാണം കഴിച്ചത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്കാളെ പിടികിട്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കോ മോഹനകൃഷ്ണൻ സാറിനെ? ഫോൺ വന്നു. നിങ്ങളുടെ ഞാൻ ആ ഫോൺ എടുക്കട്ടെ. രാമേ, നീ അവർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്ക്. ഞാനിതാ വരുന്നു. ആയിക്കോട്ടെ. ഹലോ, അത് സുകുമാരനോ? സുകുമാരൻ, വിളിക്കുമ്പോ നമ്പർ നോക്കി വിളിക്കണം. ഞാനോ? ഞാൻ ആരാണെന്ന് താനെന്താ അറിയണേ? പേരോ? എന്റെ പേര് മാർത്താന ഓർമ്മ. അറിയോ? ഫോൺ വെച്ചിട്ട് പോണോ? ആ, ഏതൊരുത്തെ നമ്പർ തെറ്റി വിളിച്ചാ എന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയണം. അതേ ചൂടാവാ നിക്കണ്ട. നമ്പർ തെറ്റി വിളിച്ചതാണെങ്കിലും കൃത്യസമയത്ത് ആ കോള് വന്നുകൊണ്ട് മാനം പോവാതെ രക്ഷപ്പെട്ടു. എന്ത് വാഹനം? അതവിടെ നിക്കട്ടെ മോനിടാ. ഓരോ സന്ദർഭങ്ങളിലും ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കും എന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. പെണ്ണ് കാണാൻ ചെല്ലുമ്പോ തമാശകൾ പറയാൻ പാടില്ല എന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. ഇപ്പൊ പക്ഷേ എല്ലാം ശരിക്കും മനസ്സിലായി. പക്ഷെ മോഹനേട്ടാ, ഒരു പെണ്ണോട് ആദ്യം ചോദിക്കേണ്ട അവളുടെ പേരാണ്, പിന്നെ അവളുടെ ജോലി എന്നല്ലേ മോഹനേട്ടനോട് കുറച്ചു മുന്നേ പറഞ്ഞത്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ആഗോളതാപനം പരിസ്ഥിതി മലിനീകരണവും എന്താണ്? സത്യത്തിൽ മോഹനേട്ടൻ അന്ന് പെണ്ണ് കാണാൻ പോയതാണോ PSC പരീക്ഷയുടെ ഇന്റർവ്യൂ നടത്താൻ പോയതാണോ? ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ലോകവിവരമുണ്ടോന്നും ഗാന്ധിജിയോട് ബഹുമാനമുണ്ടോന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അതുകൊണ്ട് ചോദിച്ചാ. ഓ, എന്നിട്ട് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ അതൊന്നും ചോദിച്ചു കണ്ടില്ലല്ലോ.
ചോദിച്ചിരുന്നെങ്കിൽ സുഹാസിനെ പോലെ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ. എന്താ എന്നോട് ചോദിക്കായിരുന്നേ? അതിനെ നിന്നെ കണ്ടപ്പോ തന്നെ ബുദ്ധിയുള്ള പെണ്ണാണെന്ന് തോന്നി, അയ്യോ, അതുകൊണ്ട് ചോദിച്ചില്ല. അത് കാര്യമായിട്ട് പറഞ്ഞതാണോ അതെന്നെ സോപ്പിട്ടതാണോ? കാര്യമായിട്ട് പറഞ്ഞ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് പാവം വില്ലേജ് ഓഫീസർ സ്വപ്നേബി വിചാരിച്ചതല്ല. അല്ലെങ്കിലും യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കുമില്ലേ ഒരു പരിധി. എന്തായാലും വിധി വില്ലേജ് ഓഫീസർക്കെതിരായിരുന്നു എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.